TVS ഇടയ്ക്കിടയ്ക്ക് ഓരോരോ അപ്ഡേറ്റ്സ് വന്നിട്ട് അതേപോലെ പുതിയ ഓരോരോ ബൈക്കുകൾ ലോഞ്ച് ചെയ്തിട്ട് നമ്മൾ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതേപോലെ തന്നെ എൻടോർക്ക് 150 പുതിയതായിട്ട് TVS ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻ പാറ്റേൺ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. വന്നിരിക്കുന്നത് 4 LED പ്രൊജക്ട് ഹെഡ് ലാമ്പ്സ് ആട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ഭയങ്കര പ്രകാശമായിരിക്കും 4 വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ DRLs കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കുട്ടി എയറിങ്സ് കാര്യങ്ങളെല്ലാം അവിടെ തന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് 120 സെക്ഷൻ ടയേഴ്സും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ആട്ടോ വന്നിരിക്കുന്നത്. ബാക്കിലാണ് നമുക്ക് ഡ്രം ബ്രേക്ക് വന്നിരിക്കുന്നത്. ഡുവൽ ചാനൽ ABS ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇതിന്റെ ബേസ് മോഡൽ. ഇതിന്റെ വേറൊരു മോഡലും കൂടി ഉണ്ട്. അത് ഹയർ എൻഡ് മോഡലായിട്ടാണ് വരുന്നത്. അതിൽ TFT ഡിസ്പ്ലേ ആണ് പോരാത്തതിന് വരുന്നത്. പിന്നെ 50 കൂടുതൽ കണക്റ്റീവ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 21 ലിറ്റേഴ്സിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി പിന്നെ അതേപോലെ തന്നെ ഇൻസൈഡ് ആട്ടോ ഈ ചാർജിങ് പോർട്ട് എല്ലാം വന്നിരിക്കുന്നത്. 5.8 ലിറ്റർ ആണ് ഫ്യൂൽ കപ്പാസിറ്റി ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് വണ്ടിക്ക് വന്നിട്ട് 2 റൈഡിംഗ് മോഡ്സ് ആട്ടോ വന്നിരിക്കുന്നത്. അതേ റേസും സ്ട്രീറ്റ് പറഞ്ഞിട്ട് 2 റൈഡിംഗ് മോഡ്സ് ആണ് ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എഞ്ചിനിലോട്ട് പറയുമ്പോൾ നമുക്ക് 149cc ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ABS ഇതിൽ മാൻഡേറ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഗിയർ ലിവേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിക്ക് വരുന്നത് 2 വേരിയൻസ് ആണ്. ഒന്ന് സ്റ്റാൻഡേർഡും പിന്നെ അതാണ് TFT വേരിയന്റ് പറഞ്ഞിട്ട് വേറൊരു മോഡലും പറയുന്നുണ്ട്. ഇതിന്റെ വില പറയുന്നത് 1.38 പിന്നെ അതേപോലെ TFT വേരിയന്റിന്റെ പറയുമ്പോൾ 1.48 10 രൂപയാണ് ഏകദേശം ഡിഫറൻസ് വരുന്നത്. അതേപോലെ തന്നെ കണക്റ്റീവ് ഫീച്ചേഴ്സും പിന്നെ സ്മാർട്ട് കണക്ടിവിറ്റി അതായത് സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി കോൾ റിസീവ് ആൻഡ് റിജക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പല ഫീച്ചേഴ്സും സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി അങ്ങനത്തെ പല കാര്യങ്ങളും ആ ഒരു TFT മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത്യാവശ്യം പുതിയൊരു ഡിസൈനിലാണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് പഴയ എൻടോർക്കിൽ കണ്ടുവന്ന സെയിം ഡിസൈൻ പാറ്റേൺസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.